വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റ് 21 മാർച്ച്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 23 മാർച്ച് മുതൽ 27 മാർച്ച് വരെയുള്ള വീക്കാണ്. നെക്സ്റ്റ് വീക്കിൽ 26 മാർച്ച് നമുക്ക് മഹാവീർ ജയന്തിയുടെ ഒരു ഹോളിഡേ വരുന്നുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് 4 വർക്കിംഗ് ഡേയ്സ് മാത്രമാണ് ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി വളരെ വളാറ്റൈലായിട്ട് തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി പക്ഷേ ഫ്രൈഡേയിൽ ഒരു റീബൗണ്ടോടുകൂടി 36 പോയിൻറ്റ്സ് എൻ്റെ ലോസ് മാത്രമായിട്ട് 23,114 ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും നിഫ്റ്റി 26,373 നിന്നും വലിയൊരു ഫോളോഡ് കൂടിയാണ് ഇപ്പോൾ 23,000 മുകളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 23,000 ഒരു സപ്പോർട്ടിൽ ഇപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഈ ക്രൂഡ് ഓയിലിൻ്റെയും പ്രൈസിൽ ഇതുപോലെയുള്ള സ്പൈക്ക് വന്നതിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ $118 മൂവ് ചെയ്തതോടുകൂടിയാണ് മാർക്കറ്റ് വീണ്ടും വളരെ വീക്കായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം ഈ ഒരു വൊളാറ്റിലിറ്റിയിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വരുന്ന ഈ ഒരു സ്പൈക്ക് നമുക്കറിയാം എല്ലാ ഇൻഡസ്ട്രീസിനും വളരെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ LPGയുടെ കാര്യത്തിലും ഇപ്പോൾ കുറേയധികം പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിനൊക്കെ ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടെന്നുള്ള. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത് വാറിന് ഒരു എൻഡ് വരുന്നത് വരെയും എല്ലാ മാർക്കറ്റുകളും വളരെ വൊളാറ്റൈലായിട്ട് തന്നെയായിരിക്കും ട്രേഡ് ചെയ്യുക എന്ന് തന്നെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ സെൻസെക്സും കഴിഞ്ഞ ആഴ്ചയിൽ 30 പോയിൻറ്റ്സ് താഴ്ന്ന് 74,532 ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു ഹെവി ആയിട്ടുള്ള സെൽ ഓഫാണ് നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കാണുന്നത്. അതുപോലെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണെങ്കിൽ പക്ഷേ ഒരു 94 പോയിൻറ്റ്സിൻ്റെ ഒരു റീബൗണ്ടോടുകൂടി 54,855 94 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 176 പോയിൻറ്റ്സ് താഴ്ന്ന് 15,718 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ക്രൂഡ് ഓയിലിൻ്റെ ബ്രന്റ് ക്രൂഡ് ഓയിലുണ്ടായിരിക്കുന്ന ഒരു സ്പൈക്കാണ് നമ്മളിപ്പോൾ ഈ ചാർട്ടിൽ കാണുന്നത്. കഴിഞ്ഞ ഫ്രൈഡേയിൽ ബ്രന്റ് ക്രൂഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് $109. ഏതായാലും ഒരു $70 ലെവലിൽ ട്രേഡ് ചെയ്തിരുന്ന ക്രൂഡ് ഓയിൽ $109 മൂവ് ചെയ്തിരിക്കുന്നത് വേൾഡിലെ എല്ലാ എക്കണോമീസിനും വരും ദിവസങ്ങളിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എത്രയും പെട്ടെന്ന് നോർമലായിട്ടുള്ള ലെവലിലേക്ക് ക്രൂഡ് ഓയിൽ തിരിച്ചു വന്നില്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ്സിലെല്ലാം ഈ ഒരു നെഗറ്റീവ് ട്രെൻഡ് വരും ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരു ക്രൂഡ് ഓയിലിൻ്റെ ഈ പ്രൈസിലുള്ള മൂവ്മെൻറ്റും അതുപോലെ നമ്മുടെ മാർക്കറ്റിലുള്ള ഈ ഫ്ലക്ച്വേഷനും അതുപോലെ ഫയസിൻ്റെ സെല്ലിങ്ങും എല്ലാം മൂലം റുപ്പിയും കഴിഞ്ഞ വീക്കിൽ വളരെ വീക്കായിട്ട് 93.65 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും റുപ്പിയും ഏറ്റവും ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വീക്കായിട്ടുള്ള ലെവലാണ് 93.65 എന്നുള്ള ഒരു ലെവല്. അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരുപക്ഷെ നമ്മളെല്ലാവരും മാർക്കറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ എല്ലാവരും അല്ലേ. കാരണം നമുക്ക് എവിടെ നോക്കിയാലും ഈ വാറിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് ന്യൂസുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് ഇപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളൊക്കെ നോക്കുകയാണെങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് താഴേക്ക് മൂവ് ചെയ്യുകയും പല സ്റ്റോക്കുകളും കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോകളൊക്കെ ലക്ഷങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നോഷണൽ ലോസ് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുപോലെയുള്ള ഫ്ലക്ച്വേഷൻസ്, ഇതുപോലെയുള്ള നമ്മൾ വിചാരിക്കാത്ത ഇവൻറ്റ്സ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളിൽ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതിനെ എങ്ങനെ എത്ര ബോൾഡായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളെത്ര സക്സസ്ഫുള്ളായിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൻ്റെയും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇതുപോലെയുള്ള വിളാറ്റിലിറ്റിയെ നമ്മൾ ബോൾഡായിട്ട് ഫേസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. നമ്മളേറ്റവും ഫണ്ടമെൻ്റലി വളരെ നല്ല കമ്പനികളെ സെലക്ട് ചെയ്യുകയും ആ കമ്പനികളിൽ നമുക്ക് വിശ്വാസം വേണം. ആ കമ്പനികൾക്ക് ഇതുപോലെ ഉണ്ടാകുന്ന ഏതെങ്കിലുമൊക്കെ നെഗറ്റീവ് ഈവൻറ്റുകളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും അവരുടെ ആ ബിസിനസ് മോഡൽ അതൊരു സക്സസ്ഫുൾ മോഡലായതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള നെഗറ്റീവ് ഇവൻറ്റുകൾ കഴിഞ്ഞ് അവർക്ക് ആ ബിസിനസ് വീണ്ടും
സക്സസ്ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ ഒരു ഇതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ നെഗറ്റീവ് ഇവൻറ്റുകളിൽ മാർക്കറ്റ് ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ സ്റ്റോക്കിൻ്റെ പ്രൈസിലുള്ള ഫ്ലക്ച്വേഷനാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത്. അതിന് ശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്യുന്നതോടുകൂടി ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ സ്റ്റോക്കുകളെല്ലാം നമുക്ക് വെൽത്ത് ബിൽഡ് ചെയ്ത് തരുമെന്നുള്ള ഒരു കോൺഫിഡൻസാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എപ്പോഴും നമുക്കിതിൽ മുമ്പുള്ള ഏറ്റവും അടുത്തുണ്ടായിട്ടുള്ളൊരു എക്സാമ്പിളാണ് കോവിഡ് എന്നുള്ള ആ ഒരു പാൻഡമിക്കിൻ്റേതായ ഒരു സമയത്ത് മാർക്കറ്റ് വലിയൊരു ക്രാഷിലൂടെ കടന്നു പോയപ്പോൾ നമ്മളതിനെ വളരെ ബോൾഡായിട്ട് ഫേസ് ചെയ്തവരാണല്ലേ നമ്മൾ ആ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സ്. അതിന് തരണം ചെയ്ത് വീണ്ടും വലിയ വെൽത്ത് അതിന് ശേഷം നമ്മൾ ബിൽഡ് ചെയ്തവരാണ്. അപ്പോൾ അതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു വാർ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യയുടെ അസറ്റ്സ് ഒന്നും ഈ ഒരു വാറിൽ നശിക്കുന്നില്ല എന്നുള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഇവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർ അവസാനിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനായിട്ട് സാധിക്കും. ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ തന്നെ തിരിച്ചു വരുമെന്നുള്ള ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ കോവിഡ് നമ്മളെ ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ട് പോലും നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു വാറ് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നൊരു വാറാണ്. ഇറാനും അതുപോലെ തന്നെ മറ്റ് ഗൾഫിലുള്ള GCC കൺട്രീസും ഒക്കെയാണ് ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ആ ഒരു പ്രശ്നം തീർച്ചയായിട്ടും നമുക്ക് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വരുന്ന ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളെയും ബാധിക്കുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റ് ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്, യുദ്ധം അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റ് റീബൗണ്ട് ചെയ്യും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് നമ്മളിപ്പോൾ മനസ്സിൽ കീപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോവിഡിനെ നമ്മൾ വളരെ സക്സസ്ഫുള്ളി നമ്മൾ തരണം ചെയ്തു. അതുപോലെ തന്നെ നമ്മളിതിനെ വളരെ ബോൾഡായിട്ട് വളരെ പേഷ്യൻസോടുകൂടി നമ്മൾ പോർട്ട്ഫോളിയോസ് ഹോൾഡ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യം ഇത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ഹോൾഡ് ചെയ്യുന്നവർക്ക് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളൊരു വളരെ കോൺഫിഡൻസോടുകൂടി പോർട്ട്ഫോളിയോസ് ഹോൾഡ് ചെയ്യുക. അതിൽ വളരെ കൃത്യമായിട്ടൊരു എക്സാമ്പിളായിരുന്നു നമ്മുടെ കോവിഡിൻ്റെ സമയത്തുള്ള നിഫ്റ്റി അന്നൊരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഒരു 12,431 എന്നുള്ള ലെവലിൽ ജാനുവരി 2020 നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കോവിഡ് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം, അവിടെ നിന്ന് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു 4,920 പോയിൻറ്റ്സ് അന്നത്തെ ലെവലിൽ നിന്ന്, അതായത് ഒരു 39% 3 മന്ത്സിനുള്ളിൽ ക്രാഷ് ചെയ്ത് നിഫ്റ്റി 7,511 വരെ വന്നിരിക്കുന്നത് മാർച്ച് 2020 വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് ശേഷമാണ് ആ ഒരു ഹ്യൂജ് ഫോളിന് ശേഷം അവിടെ നിന്ന് നിഫ്റ്റി വലിയൊരു റാലി നടത്തി വീണ്ടും പിന്നീട് നമ്മൾ കാണുന്നത് 18,604ലേക്കും പിന്നീട് 26,277ലേക്കൊക്കെ നിഫ്റ്റി റാലി ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ ആ കോവിഡിൻ്റെ ക്രാഷിൽ 7,511 പോയ വരെ മാർക്കറ്റാണ് കഴിഞ്ഞ ദിവസത്തിൽ 23,114 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും വലിയൊരു പാൻഡമിക്, ഇത്രയും സമയം നമ്മുടെ മാർക്കറ്റുകളൊക്കെ, നമ്മുടെ എല്ലാ ഷോപ്പുകളടക്കം ഒരു ലോക്ക്ഡൗണിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ട് നമ്മൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാർ ലൈക്ക് സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസിനൊന്നും യാതൊരു വിധത്തിലുള്ള നാശനഷ്ടങ്ങളും വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് റിക്കവറി ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മുടെ കോൺഫിഡൻസ് ഇവിടെ ഷെയ്ക്കനാവാതെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു മാർക്കറ്റ് ഫോൾ കഴിയുമ്പോൾ സക്സസ്ഫുള്ളായിട്ട് തന്നെ ഈ ക്രാഷിൽ നിന്ന് പുറത്തു വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്ത ആ ബുക്കിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ മുമ്പുണ്ടായിട്ടുള്ള പല ക്രാഷുകളെ കുറിച്ചും. ആ ക്രാഷുകളിലെല്ലാം നമ്മൾ ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ താഴെ ലെവലിൽ വരുമ്പോൾ നല്ല കമ്പനികൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ളത് വീണ്ടും കുറേ താഴെ ലെവലിലേക്ക് വരുമ്പോൾ ആഡ് ചെയ്യാനായിട്ട് അതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോയെ കുറേ കൂടി നമ്പർ ഓഫ് ഷെയർസ് കൂട്ടുകയും അടുത്ത റാലിയിൽ നമ്മൾ വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഇതുപോലെയുള്ള മാർക്കറ്റിൻ്റെ ക്രാഷുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.
അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട മറ്റൊരു കാര്യമാണ് പെട്ടെന്ന് നമ്മുടെ HDFC ബാങ്കിൻ്റെ ചെയർമാനും അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ടുള്ള അദാനു ചക്രവർത്തി കഴിഞ്ഞ ആഴ്ചയിൽ പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്യുന്ന ഒരു ന്യൂസ് വന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് വലിയ രീതിയിൽ ക്രാഷ് ചെയ്യുന്നത് നമ്മൾ കാണുകയുണ്ട്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തായാലും KK മിസ്ട്രിയുടെ ഒരു കമ്പനിയുടെ വൈസ് ചെയർമാനായിട്ട് HDFC ലിമിറ്റഡിൻ്റെ വൈസ് ചെയർമാനായിട്ട് സെർവ് ചെയ്തിരുന്ന KK മിസ്ട്രിയെ എന്തായാലും ടെമ്പററി ആയിട്ടുള്ളൊരു പാർട്ട് ടൈം ചെയർമാനായിട്ട് അപ്പോയിൻമെൻറ്റ് കമ്പനി നടത്തിയതിന് RBIയും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ HDFC ബാങ്കിൻ്റെ ഈ ഒരു കറക്ഷൻ നമ്മളിപ്പോൾ കാണുന്നത് HDFC ബാങ്കിൻ്റെ ഒരു ചാർട്ടാണ്. കഴിഞ്ഞ 18 മാർച്ചിന് 843 ക്ലോസ് ചെയ്ത സ്റ്റോക്ക് ഈ ന്യൂസ് വന്നതിന് ശേഷം വലിയൊരു ക്രാഷോട് കൂടി കഴിഞ്ഞ് 780 കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 8% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ HDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ചെയർമാൻ്റെ ഒരു റെസിഗ്നേഷൻ ഒരു ഷോക്കായിരുന്നു കമ്പനി എന്നുണ്ടെങ്കിലും നമുക്കറിയാം HDFC ബാങ്ക് എന്ന് പറഞ്ഞാൽ വളരെ മോർ ദാൻ 7,000 ബ്രാഞ്ചസൊക്കെ ഇന്ത്യയിൽ ഇന്ത്യ ഉള്ളൊരു ബാങ്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യുന്നതോടുകൂടി HDFC ബാങ്ക് റീബൗണ്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റിൽ വലിയൊരു ഫോള് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ഒരു 800 പോയിൻറ്റ്സോളൊക്കെ നമ്മളിത് വന്ന് ഈ ന്യൂസ് വന്നതെന്ന് കാണുകയുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം HDFC ബാങ്കും HDFCയും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് മെർജ് ചെയ്തത് അല്ലേ. അപ്പോൾ അതിനുശേഷം ഈ ഇപ്പോഴത്തെ HDFC ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് നിഫ്റ്റിയിൽ 11.83% വെയിറ്റ് ഉണ്ടെന്ന് കാണാം. ഇപ്പോൾ നമുക്ക് നോക്കുകയാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്കാണ് 11.83% വെയിറ്റേജ് ആയിട്ട് ഏറ്റവും ലീഡ് ചെയ്യുന്നത്. ICICI ബാങ്ക് 8.58%, റിലയൻസ് ഇൻഡസ്ട്രീസ് 8.2%, അതുപോലെ ഭാരതി എയർടെൽ 4.56%, L&T 4.38%, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 4.34%, ഇൻഫോസിസ് 3.97%, ആക്സിസ് ബാങ്ക് 3.46%, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് 2.6%, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 2.6%. ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട നിഫ്റ്റിയിലുള്ള വെയിറ്റേജ് ഉള്ള കമ്പനികൾ. അപ്പോൾ ഇത്രയും മറ്റു കമ്പനികളിലൊക്കെ വളരെയധികം വെയിറ്റേജ് ഉള്ള HDFC ബാങ്ക് 11.83% ഉള്ള ബാങ്ക് ഇത്ര ഒരു മോർ ദാൻ 5% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിൽ പെട്ടെന്നൊരു ദിവസം ഒരു 775 പോയിൻറ്റ്സോളൊക്കെ കറക്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്തത്. അപ്പോൾ എന്തായാലും HDFC ബാങ്ക് അതിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ എലിയോട്ട് വേവിൽ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു കറക്ഷന് ശേഷം നമുക്ക് ഈ ലെവലിൽ നിന്ന് HDFC ബാങ്ക് ഒരു റീബൗണ്ട് വരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഒരു 865 ലെവലിലേക്കൊക്കെ ഉള്ളൊരു മൂവ്മെൻറ്റാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ എനിക്ക് കുറച്ചധികം ക്ലയൻസും എല്ലാം മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അതിലൊരു ലേഡി ക്ലയൻറ്റ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്ലയൻറ്റാണ്. അവരെല്ലാം ഇത് HDFC ബാങ്ക് കുറേ കാലമായിട്ട് ഹോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെല്ലാം വളരെ വറീഡായിട്ടാണ് അത് എങ്ങനെയാണ് അവരൊരു റിട്ടയർമെൻറ്റ് പോർട്ട്ഫോളിയോയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം HDFC ബാങ്കൊക്കെ വളരെ സേഫായിട്ട് ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്ക് പെട്ടെന്ന് 5%-ലധികമൊക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ അതിനെ കൂടുതൽ വറീഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ HDFC ബാങ്കിൻ്റെ കാര്യത്തിൽ വളരെയധികം വറീഡ് ആകണ്ട എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിൻ്റെ ഒരു ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഒരു എലിയറ്റ് വേവിൻ്റെ ഒരു ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു 865 അല്ലെങ്കിൽ ഒരു 895 ലെവലിലേക്കൊക്കെ ഇവിടെ നിന്ന് ഈ ലെവലിൽ നിന്ന് റീബൗണ്ട് വരാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. എസ്പെഷ്യലി കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റെല്ലാം വളരെ വീക്കായതുകൊണ്ടുള്ള ഒരു പെട്ടെന്നുള്ളൊരു നീജർക്ക് റിയാക്ഷനായിട്ട് മാത്രം നമ്മളതിനെ കണ്ടാൽ മതി. ഇതുപോലെയുള്ള വലിയൊരു മാനേജ്മെൻറ്റ് സ്ട്രക്ചറൊക്കെ ഉള്ള ഒരു കമ്പനിയിൽ നിന്ന് ഒരു പെട്ടെന്ന് ഒരു സീനിയർ എക്സിക്യൂട്ടീവ് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനായിട്ട് മാത്രം കണ്ടാൽ മതി. കമ്പനിക്ക് അത് വീണ്ടും പെട്ടെന്ന് തന്നെ അതിൻ്റെ വീണ്ടും ഒരു ചെയർമാൻ ഐഡൻറ്റിഫൈ ചെയ്യാനും അപ്പോയിൻറ്റ്മെൻറ്റ് നടത്താനൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് HDFC ബാങ്കിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. ഒരു ഇന്ത്യൻ ബാങ്ക് ആണെങ്കിലും കുറേയധികം ഫോറിൻ ഹോൾഡിംഗ് ഉള്ളൊരു ബാങ്ക് കൂടിയാണ് HDFC ബാങ്ക്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ HDFC ബാങ്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് HDFC ബാങ്കിനെയും നമ്മൾ പാനിക്കായിട്ട് സെല്ല് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ നെഗറ്റീവായിട്ട്
ഒരു ന്യൂസ് വന്ന മറ്റൊരു ബാങ്കാണ് IDBI ബാങ്ക് എന്നുള്ളത്. IDBI ബാങ്കിൻ്റെ നമുക്കറിയാം അവരുടെ ഒരു സ്റ്റേക്ക് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നമുക്കറിയാം LICയും IDBI ബാങ്കിൽ കുറേയധികം സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ സ്റ്റേക്ക് അവർ എക്സിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവർ സ്വീകരിച്ചിരുന്ന കുറേയധികം കാര്യങ്ങൾ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയെന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടിയ കൊട്ടേഷനുകളൊന്നും കോട്ടുകളൊന്നും പ്രതീക്ഷിച്ച ആ ലെവലിലേക്ക് എത്തിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഗവൺമെൻറ്റും LICയും അത് ആ ഓഫറുകൾ റിജക്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ന്യൂസ് വന്നപ്പോൾ ഈ പ്രൈവറ്റൈസേഷൻ്റെ ആ ന്യൂസ് പ്രൈവറ്റൈസേഷൻ നടക്കുമെന്നുള്ളത് കൊണ്ടാണ് ആ സ്റ്റോക്ക് ഒരു 110 ലെവലിലൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് റിജക്റ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് വന്നപ്പോൾ സ്റ്റോക്ക് വലിയ രീതിയിൽ കറക്റ്റ് ചെയ്യുകയും ഒരു 80 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ പ്രത്യേകിച്ച് നെഗറ്റീവ് മൂഡായതുകൊണ്ട് ഒരു 73 ലെവലിലൊക്കെ വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പെട്ടെന്ന് ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ഒരു വലിയ നെഗറ്റീവ് ന്യൂസായിട്ട് നമുക്ക് തോന്നാമെന്നുണ്ടെങ്കിലും അതിൻ്റെ മറ്റൊരു പോസിറ്റീവ് സൈഡ് കൂടെ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് എങ്ങനെയെങ്കിലും IDBI ബാങ്കിൽ നിന്നും എക്സിറ്റ് ചെയ്യാനല്ല ശ്രമിക്കുന്നതെന്നുള്ളതും അതിന് ആ ഒരു ഗവൺമെൻറ് എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു പ്രൈസ് ലഭിക്കാതിരുന്നത് കൊണ്ട് ഗവൺമെൻറ് വിൽക്കാതിരുന്നതാണ്. അതായത് ഒരു 140 അല്ലെങ്കിൽ 150 റുപ്പീസ് പെർ ഷെയറൊക്കെയാണ് ഗവൺമെൻറ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ലെവലിലേക്കുള്ള കോട്ട് ലഭിക്കാതിരുന്നതുകൊണ്ട് ഗവൺമെൻറ് അതിനെ എങ്ങനെയെങ്കിലും എക്സിറ്റ് ചെയ്യുന്നതിന് ശ്രമിക്കുന്നതിന് പകരം ഫ്രഷായിട്ട് ഇനി വീണ്ടും ഒരു ബിഡിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനാണ് അത് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഈ അടുത്തൊരു പ്രോസസ്സ് ബിഡിങ് പ്രോസസ്സ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഫാസ്റ്റായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ IDBI ബാങ്കിന് ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വാല്യുവേഷൻ ഒരു 140 റുപ്പീസ് പെർ ഷെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും വളരെ ഫാസ്റ്റായിട്ട് തന്നെ മാർക്കറ്റിൻ്റെ ഒരു നെഗറ്റീവ് ട്രെൻഡ് കഴിയുമ്പോൾ 100 റുപ്പീസിൻ്റെ മുകളിലേക്ക് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ IDBI ബാങ്ക് അതിൻ്റെ ഒരു സെൽ ഓഫിൽ വീണ്ടും നമുക്ക് ഈ സ്റ്റോക്കിനെ ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് എന്നുള്ളത് ഇപ്പോൾ നടക്കുന്ന ഒരു സ്റ്റേക്ക് സെയിലിൻ്റെ പ്രൊപ്പോസൽ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്കുള്ള എമൗണ്ടുകളുടെ കോട്ട് ലഭിക്കാതിരുന്നതുകൊണ്ട് അത് വേണ്ട എന്ന് ഗവൺമെൻറ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവ് ന്യൂസായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എസ്പെഷ്യലി മാർക്കറ്റിൽ 110 ലെവലിൽ നിന്നും സ്റ്റോക്ക് കറക്റ്റ് ചെയ്തൊരു 73 ലെവലിലേക്ക് വന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സ്റ്റോക്കിനെ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു റീബൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വാറിൻ്റെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും റീബൗണ്ട് വരുന്നത്. എന്തായാലും ഒരു 100 റുപ്പീസിലേക്കൊക്കെ റീബൗണ്ട് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് IDBI ബാങ്ക്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഒരു വളരെ വലിയൊരു സെൽ ഓഫിലൂടെ കടന്നു പോയൊരു സ്റ്റോക്കാണ് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജീസ് എന്നുള്ള കമ്പനി. നോക്കൂ, ഈ കമ്പനി മോർ ദാൻ 1400 ലെവലിലൊക്കെ ട്രേഡ് ചെയ്തിരുന്ന ഈ കമ്പനി ഒരു വലിയ സെൽ ഓഫിലൂടെ, അതും IT സെക്ടറിലൊക്കെ ഉണ്ടായ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെൽ ഓഫിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു 410 ലെവലിലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വീക്കിൽ സ്റ്റോക്കിൽ ഒരു ബൈങ് നമ്മൾ ഫ്രൈഡേയിൽ കാണുകയുണ്ടായി. അപ്പോൾ ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് കഴിഞ്ഞ ദിവസത്തിൽ 10.55% ഉയർന്നാണ് ഫ്രൈഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റീബൗണ്ട് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഹാപ്പിയസ്റ്റ് മൈൻഡ്സിന് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്കറിയാം ഈ ഒരു വാറിൻ്റെ ഒരു ന്യൂസോടുകൂടി മാർക്കറ്റിൽ കുറേയധികം സ്റ്റോക്കുകൾ വലിയ സെൽ ഓഫിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെയുള്ള ചില സ്റ്റോക്കുകൾ കഴിഞ്ഞ ഒരു വലിയൊരു സെൽ ഓഫിന് ശേഷം റീബൗണ്ട് ചെയ്യുന്ന ചില സ്റ്റോക്കുകളെയും കൂടെ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ചില ഇതിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫസ്ക്രൈ എന്നുള്ള കമ്പനിയുടെ ചാർട്ടാണ്. ബ്രെയിൻ ബീസ് സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി ഫസ്ക്രൈ കുട്ടികളുടെ ഡ്രസ്സും അതുപോലെയുള്ള ഐറ്റംസും ഒരു ബ്രാൻഡഡ് ഐറ്റംസ് വിൽക്കുന്ന ഫസ്ക്രൈ എന്നുള്ള ബ്രാൻഡിൽ വിൽക്കുന്ന ഈ കമ്പനി 730 ലെവലിലാണ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്നും കറക്റ്റ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേയിൽ ഒരു 20% ഉയർന്ന് 250 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ സെൽ ഓഫിന് ശേഷമാണ് ഈ കമ്പനി കഴിഞ്ഞ ആഴ്ചയിൽ 250 ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഫ്രൈഡേയിൽ ഒരു 20% ഉയർന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ് ട്രെൻഡ് കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ഒന്ന് വാച്ച് ചെയ്യേണ്ട സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ഒലക്ട്ര ഗ്രീൻ ടെക് എന്നുള്ള കമ്പനി.
ഈ കമ്പനി മേജറായിട്ട് നമുക്കറിയാം ഇലക്ട്രിക് ബസ്സുകൾ ആണ് ഇവരുടെ മേജറായിട്ടുള്ള പ്രോഡക്ട്സ് എന്നുള്ളത് അറിയാം. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഈ ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ പ്രൈസ് കൂടുമ്പോൾ എന്തായാലും ഇലക്ട്രിക്ക് കുറേയധികം ഓർഡേഴ്സ് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ചും ഗവൺമെൻറ് സെക്ടറിൽ നിന്നൊക്കെയുള്ള കുറേയധികം ഓർഡേഴ്സ് വരാനുള്ള സാധ്യതയുള്ളൊരു കമ്പനിയാണ് ഒലക്ട്ര ഗ്രീൻ ടെക്. അതും സ്റ്റോക്ക് ഒരു 1700 ലെവലിൽ നിന്നും ഹെവി ആയിട്ട് സെൽ ഓഫ് കഴിഞ്ഞ ഫ്രൈഡേയിൽ ഒരു 9.65% ഉയർന്ന് 1097 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒലക്ട്രയും നമുക്ക് ഒരു വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മാപ്പ് മൈ ഇന്ത്യ കഴിഞ്ഞ ഫ്രൈഡേയിൽ ഒരു 6% ഉയർന്ന് 915 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാപ്പ് മൈ ഇന്ത്യ ഒരു 1700 ലെവലിൽ നിന്നുള്ള ഹെവി ആയിട്ടുള്ളൊരു സെൽ ഓഫിന് ശേഷമാണ് 915 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാപ്പ് മൈ ഇന്ത്യയും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊരു സ്റ്റോക്കാണ് JSW സ്റ്റീൽ എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് 1169 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം ഒരു റിഗ്രഷൻ ചാനലിൻ്റെ ലോവർ റേഞ്ചിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു റീബൗണ്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് മോർ ദാൻ ഒരു 150 റുപ്പീസൊക്കെ മുകളിലേക്ക് മൂവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് JSW സ്റ്റീൽ എന്നുള്ള സ്റ്റോക്കും. മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ നിഫ്റ്റിക്ക് നമുക്കറിയാം 23,000 എന്നുള്ള ആ ലെവലിലാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേയധികം പേരും നമുക്ക് മെസ്സേജ് അയക്കുന്നത് അടുത്ത ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ഇനി അടുത്തൊരു സപ്പോർട്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ഈ വാറിൻ്റെ ഒരു സിറ്റുവേഷനിൽ എവിടെയാണ് എന്താണ് ഇനി വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണല്ലോ. അപ്പോൾ ഈ വാർ ഇപ്പോഴും എൻഡ് ചെയ്യുന്നില്ല, ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ അടുത്തൊരു സപ്പോർട്ട് ലെവല് ഈ 23,000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രൂഡ് ഓയിൽ വീണ്ടും ഈ 120 ലെവലിന് മുകളിലേക്കൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ 23,000 നിഫ്റ്റി വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് താഴെ വരും. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സപ്പോർട്ട് ലെവലായിരിക്കുക ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ സമയത്തുണ്ടായിട്ടുള്ള ഒരു ലോ വരുന്നത് 21,743 അപ്പോൾ നമുക്ക് ഈ ചാർട്ടിൽ കൃത്യമായിട്ട് കാണാം. നമുക്ക് 2025 ഉണ്ടായിട്ടുള്ള ഒരു ലോ ലെവലാണ് 21,743 എന്നുള്ളത്. അതായിരിക്കും നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവലായിരിക്കുക. ഈവൻ ഈ 23,000 ലെവൽ വളരെ കൺവിൻസിങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് താഴെ ലെവലിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിലാണ് നമ്മളതൊരു അങ്ങോട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻ വരേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഈ വാറിൻ്റെ കാര്യങ്ങൾ എക്സ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു സപ്പോർട്ട് ലെവൽ നമ്മൾ മനസ്സിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 21,743 എന്നുള്ളത് പറയുന്നത് മാത്രം. പക്ഷേ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇനി അങ്ങോട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് പറയട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോഴത്തെ ഒരു വാറിൻ്റെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകളെ നമ്മുടെ പോർട്ട്ഫോളിയോകളെ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു പക്ഷേ എല്ലാവരും വറീഡായിരിക്കാം. പ്രത്യേകിച്ച് മാർക്കറ്റിൽ പുതിയതായി വന്നിട്ടുള്ളവരൊക്കെ ഇതിനെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെയുള്ള വലിയ വൊളാറ്റിലിറ്റികളും കഴിഞ്ഞ് മാർക്കറ്റ്സ് വീണ്ടും അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു റിക്കവറി പിന്നീട് വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അത് എത്ര ദിവസം എടുക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എങ്ങനെയാണ് എത്ര മോശം സിറ്റുവേഷനിലാണ് ഇത് അവസാനിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കുമെന്ന് മാത്രം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും സംസാരിച്ച ഒരു കാര്യമാണ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു .com ബസ്റ്റ് 2001 ആ ഒരു സമയത്തുണ്ടായ ഒരു ബസ്റ്റിൽ ശരിക്കും 56 പോയിൻറ്റ്സ് സെൻസെക്സ് താഴ്ന്നതിന് ശേഷം അത് ഒരു വലിയൊരു ക്രാഷായിരുന്നു. അതൊരു 1004 ഡേയ്സ് എടുത്തു അത് വീണ്ടും തിരിച്ച് പ്രോഫിറ്റിലേക്ക് വരാനെന്നുണ്ടെങ്കിൽ. നമ്മൾ 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് 912 ഡേയ്സ് എടുത്തു തിരിച്ചു വരാനെന്നുണ്ടെങ്കിൽ കോവിഡിൻ്റെ ക്രാഷ് 39%, ഈ ക്രാഷ് 306 ഡേയ്സിനുള്ളിൽ തിരിച്ച് പ്രോഫിറ്റിലായി. അതുപോലെ നമുക്ക് ഡിമോണിറ്റൈസേഷൻ്റെ 8% ക്രാഷ് 87 ഡേയ്സിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു ക്രാഷും
തിരിച്ചു വരുമെന്ന കാര്യത്തിൽ നമ്മൾക്ക് സംശയം വേണ്ട. പക്ഷേ തിരിച്ചു വരാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോർട്ട്ഫോളിയോ നമ്മൾക്കിപ്പോൾ എമർജൻസി ഫണ്ട് ആവശ്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മളത് ഹോൾഡ് ചെയ്യുന്നവരെല്ലാം വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ അവിടെ ഒരു പേഷ്യൻസ് നമ്മളെത്ര കാണിക്കുന്നു എന്നുള്ളതും ഈ ഒരു വൊളാറ്റിലിറ്റി എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളതും ആ സമയങ്ങളിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു പാനിക് സെല്ലിങ്ങുകളൊക്കെ ഇനിയും വരാവുന്ന സിറ്റുവേഷനിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് കുറേ കൂടി ഡിപ്ലോയ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുന്നവരായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ വിജയിക്കുക. അപ്പോൾ നമുക്കൊരു വാറിൽ നമുക്ക് താല്പര്യമില്ല എന്നറിയാൻ നമുക്ക് കുറേ അധികം ഫിനാൻഷ്യൽ ലോസുകളൊക്കെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതെല്ലാം റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അടുത്ത ഒരു തിരിച്ചുവരവ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനായിരിക്കണം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കേണ്ടത്. അതാണ് ഞാൻ എൻ്റെ പേഴ്സണലി ഞാനത് ചെയ്യുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂടുതൽ അടുത്ത റിക്കവറിയിൽ എങ്ങനെ നമുക്ക് ഇതിൽ നിന്നും ഈ ഒരു ക്രാഷിൽ നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ വെൽത്തിനെ ആഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ വോറൻ ബഫയുടെ ഒരു CNBC കഴിഞ്ഞ ഒരു 2014 അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ഈവൻ വേൾഡ് വാർ 3 വരികയാണെങ്കിൽ പോലും ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഉള്ള സ്റ്റോക്കുകളെ വിൽക്കുകയില്ല, അതിലേക്ക് താഴെ ലെവലിൽ വരികയാണെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യുകയുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ്. നമ്മളും ഒരു സ്റ്റോക്കുകൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ താഴെ ലെവലിൽ കിട്ടുമ്പോൾ അതിന് ചീപ്പായിട്ട് ലഭിക്കുന്നു അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് ആംഗിളിൽ കാണാനുള്ള അദ്ദേഹത്തിൻ്റെ മൈൻഡാണ് അദ്ദേഹത്തിനെ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററാക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളിൽ നമുക്ക് കോൺഫിഡൻസ് വേണം. നമ്മളൊരു പോസിറ്റീവായിട്ട് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്, ഈ കമ്പനിയുടെ പ്രൊമോട്ടർ, നമ്മളൊരു കമ്പനിയുടെ ഒരു 5,000 ഒരു 10,000 അല്ലെങ്കിൽ ഈവൻ ഒരു 25,000 ഷെയർസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊമോട്ടർ, ഈ കമ്പനിയുടെ പ്രൊമോട്ടർ ഈ കമ്പനിയുടെ 10 crores 20 crores അല്ലെങ്കിൽ അതിനും അധികമൊക്കെ സ്റ്റോക്കുകൾ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹം എത്ര വർഷമായിട്ട് അതിൽ എഫർട്ട് ഇട്ട് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ സക്സസ്ഫുള്ളായിട്ട് ലിസ്റ്റ് ചെയ്ത് ഈ ലെവലിൽ കൊണ്ടു നടക്കുന്ന ഒരു കമ്പനിയിൽ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ആയിട്ട് അത് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 5,000 10,000 സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയും വേണം. ഇതിന് താഴെ ലെവൽ വരുമ്പോൾ ഈ കമ്പനി വിജയിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടി വീണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്സ് ഒന്നും നമുക്ക് നോക്കാം. When people start to think, well, this could be the beginning of something really bad, it could be even a World War III situation, it could be a return to the Cold War. Does any of that ever go through your mind? Well, if you tell me all of that's going to happen, I will still be buying the stock. You're going to invest your money in something over time. The one thing you could be quite sure of is if we went into some very major war, the value of money would go down. I mean, that's happened in virtually every war that I'm aware of. So the last thing you'd want to do is hold money during a war. And you might want to own a farm, you might want to own an apartment house, you might want to own securities. But I mean, during World War II, the stock market advanced, and the stock market is going to advance over time. American businesses are going to be worth more money. Now, dollars are going to be worth less, so that money won't buy you quite as much. But you're going to be a lot better off owning productive assets over the next 50 years than you will be owning pieces of paper, or I might throw in bitcoins. അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ആക്ച്വലി വേൾഡ് വാർ 3 അത് ഒരു കോൾഡ് വാറിൻ്റെ സിറ്റുവേഷൻ ഉള്ള ഒരു 2014 CNBCയിൽ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ വേൾഡ് വാർ 3ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം എന്താ ചെയ്യുക എന്നുള്ളതിന് പറയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഞാൻ കൂടുതൽ സ്റ്റോക്ക് വാങ്ങും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ കാണാൻ സാധിക്കും ഗോൾഡിൻ്റെ റേറ്റ്, CNBCയുടെ റേറ്റ് എഴുതി കാണിക്കുന്നത് $1,100 ഒക്കെയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇത്രയും ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എത്രയാണെന്ന്. അപ്പോൾ
അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു ക്യാഷ് അദ്ദേഹം കീപ്പ് ചെയ്യില്ല, അതുപോലെ താഴെ വരുന്ന സമയത്ത് ക്യാഷ്, അതായത് കറൻസിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിപ്പോഴത്തെ ഒരു വേൾഡ് വാർ സിറ്റുവേഷനൊന്നുമില്ല, നമുക്കൊരു ഒരു റീജിയണൽ ആയിട്ടുള്ളൊരു വാർ നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനൊരു കുറച്ച് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അധികം സ്പ്രെഡ് ആവാതെ ഒരു പക്ഷേ കുറച്ച് സമയത്തിനുള്ളിൽ തീരുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്റ്റോക്കുകളുടെയും ഈ വളരെ നല്ല വാല്യുവേഷനിലാണ് ഇപ്പോൾ സ്റ്റോക്കുകൾ ആഡ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1-2 ലെവലിൽ അല്ലെങ്കിൽ ഒരു 3-4 ലെവലിൽ സ്റ്റോക്കുകൾ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു കറക്ഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ട്രാൻച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. നമുക്ക് മറ്റുള്ള ഇതുകൾ നമുക്ക് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന വാറിൻ്റെ ഡെവലപ്മെൻറ്റ്സിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഞാനൊരു ബുക്ക് റിലീസ് ചെയ്തതിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായുള്ളൂ. അപ്പോൾ ഈ ഒരു ബുക്ക് ഇപ്പോൾ ആമസോണിൽ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഈ റിലീസ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് നല്ല രീതിയിൽ ഈ ബുക്ക് ഇൻവെസ്റ്റേഴ്സായിട്ട് കുറേയധികം നോർത്ത് ഇന്ത്യയിൽ കുറേ കോളേജസിലൊക്കെ അവിടുത്തെ പ്രൊഫസേഴ്സൊക്കെ ബുക്ക് റെഫർ ചെയ്തതിന് ശേഷമൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേയധികം പേര് ഈ ബുക്ക് വാങ്ങുന്നുണ്ട്. കുറേയധികം പേര് നല്ല ഫീഡ്ബാക്സും നൽകുകയുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി മാത്രം ഈ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു സ്പെക്കുലേഷനിൽ നിന്ന് മാറി ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരേണ്ടതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അതിലെടുക്കേണ്ട ഓരോ സ്റ്റെപ്പുകളെ കുറിച്ചും അതുപോലെ തന്നെ ഇതുപോലെയുള്ള മാർക്കറ്റിൻ്റെ വൊളാറ്റിലിറ്റി, അതായത് ഇതുപോലെ ഒരു വാർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പാൻഡമിക് വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡിസ്ട്രപ്ഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മളതിനെ മാനേജ് ചെയ്യേണ്ടതെന്ന് തൊട്ട് എല്ലാ കാര്യങ്ങളും ഒരു ഇൻവെസ്റ്റർ ആ ഒരു ലൈഫ് സൈക്കിളിൽ എങ്ങനെയാണ് ഇതിനൊക്കെ ഫേസ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് ഗൈഡ് പോലെയാണ് ഞാനിത് പ്ലാൻ ചെയ്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കുറേയധികം പേര് അത് ഉപയോഗിക്കുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ കുറേയധികം പേര് NRIs ആയിട്ടുള്ള കുറേയധികം പേർക്ക് അത് വാങ്ങാൻ പറ്റുന്നില്ല, അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീക്ക് മുതൽ ഈ കിൻഡിൽ എഡിഷനും ആമസോണിൽ കിൻഡിൽ എഡിഷനിലും ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബുക്ക്. അപ്പോൾ ആ കിൻഡിൽ എഡിഷന് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതും വായിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എന്തായാലും കുറേയധികം നമ്മുടെ വ്യൂവേഴ്സ് ഈ ബുക്ക് വാങ്ങിയിരുന്നു. എല്ലാവരോടും ഞാൻ ഒന്നുകൂടെ നന്ദി പറയുകയാണ്. അത് കൃത്യമായിട്ടൊന്ന് വായിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ലൈഫിൽ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഒലക്ട്ര ഗ്രീൻ ടെക് 24% ആണ് ഉയർന്നത്, ജയ്പ്രകാശ് പവർ 17%, വാരി എനർജീസ് 16%, ചെന്നൈ പെട്രോളിയം 15%, JBM ഓട്ടോ 14%, MMTC 12%, ബ്രെയിൻ ബീസ് സൊല്യൂഷൻസ് 12%, ITI 11%, AWL അഗ്രി ബിസിനസ് 11%, എയ്തർ എനർജി 10%, പ്രീമിയർ എനർജീസ് 10%, ഇൻ്റർനാഷണൽ ജിയോമോളജിക്കൽ 9%, ഡോംസ് ഇൻഡസ്ട്രീസ് 9%, ഷേഫ്ലർ 9%, അതുപോലെ ലോയിഡ്സ് മെറ്റൽസ് ആൻഡ് എനർജി 9% വരുന്നതാണ് ട്രേഡ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ളതായിരിക്കുന്ന സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ അതിൽ ജയ്പ്രകാശ് പവർ പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റോക്ക് ഒരു പെന്നി സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ അതിന് മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യേണ്ടതൊന്നും കാര്യമില്ല. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIs കഴിഞ്ഞ ആഴ്ചയിൽ 29,897.7 crores സെല്ലേഴ്സായിരുന്നു. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 30,641.9 crores ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി വയലൻ്റ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ 3 ദിവസം വലിയ രീതിയിൽ മുന്നേറിയതിന് ശേഷം തേഴ്സ്ഡേയിൽ വലിയൊരു ഫോളാണ് നമ്മൾ കണ്ടത്. അന്ന് പ്രധാനമായിട്ട് HDFC ബാങ്കിൻ്റെ ഒരു 5%-ലധികമുള്ള ഒരു ഫോളാണ് 775 പോയിൻറ്റ്സ് താഴാനായിട്ട് കാരണമായത്. 13th മാർച്ചിന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 23,151-ലായിരുന്നു.
അതിനുശേഷം 16th മാർച്ചിന് 257 പോയിൻറ്റ്സ് ഉയർന്നും 17th മാർച്ചിന് 172 പോയിൻറ്റ്സ് ഉയർന്നും 18th മാർച്ചിന് 196 പോയിൻറ്റ്സ് ഉയർന്നും ക്ലോസ് ചെയ്ത നിഫ്റ്റി 19th മാർച്ചിന് 75 പോയിൻറ്റ്സ് താഴ്ന്നും 20th മാർച്ചിന് 112 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ക്ലോസ് ചെയ്തത് 23,114ലാണ്. ജസ്റ്റ് 36 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി മാത്രമാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടിൽ നോക്കുമ്പോൾ മാർച്ച് മന്തിൽ 2064 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനുവരി മന്തിൽ 808 പോയിൻറ്റ്സ് ൻ്റെ ലോസും അതുപോലെ ഫെബ്രുവരിയിൽ 142 പോയിൻറ്റ്സും മാർച്ചിലിപ്പോൾ 2064 പോയിൻറ്റ്സിൻ്റെയും കൂടി വരുമ്പോൾ നമുക്ക് കാണാം ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസത്തിലായിട്ട് നിഫ്റ്റി 3000 പോയിൻറ്റ്സിലധികമാണ് ഇപ്പോൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMIs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് കാണാം 20 DMA വരുന്നത് 24,263ലാണ്, 50 DMA വരുന്നത് 25,074ലും, 200 DMA വരുന്നത് 25,283ലും, 100 DMA വരുന്നത് 25,523ലുമാണ്. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ പ്യുവറ്റ് പോയിൻ്റ് ആയിട്ട് വരുന്നത് 23,302 ആണ്. അതിന് മുകളിൽ റെസിസ്റ്റൻസുകൾ 23,674, 24,245, 24,606, 25,365, 26,155 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം നമുക്ക് 23,302ന് താഴെ സപ്പോർട്ടുകളായിരിക്കും 22,742, 22,615, 22,370, 21,810, 21,743 എന്ന ലെവലുകളായിരിക്കും. ഈ നമ്മളിപ്പോൾ ഈ പിവറ്റ് പോയിൻ്റായിട്ട് 23,302 ലെവലിന് മുകളിലേക്കൊരു റീബൗണ്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു റീബൗണ്ടിൻ്റെ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിലുള്ള റീബൗണ്ടിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും 24,245 ആണ്. ഏതെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റുകൾ മാർക്കറ്റിൽ ഏതെങ്കിലും ന്യൂസുകളൊക്കെ വാർ ഫ്രണ്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ നിഫ്റ്റി വളരെ ഫാസ്റ്റായിട്ട് തന്നെ 24,245 വരെ മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കൊരു വീക്കിലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ അപ്പർ റേഞ്ച് 24,245ഉം ലോവർ റേഞ്ച് 21,743 ആയിരിക്കും. അതേസമയം പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 23,302 ആയിരിക്കും. അടുത്തായി നമുക്കിനി നെക്സ്റ്റ് വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ അടുത്ത ആഴ്ചയിലെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ആക്മെ സോളാർ, എയ്തർ ഇൻഡസ്ട്രീസ്, ഹഡ്സൺ ആഗ്രോ, ചെന്നൈ പെട്രോ, അതുപോലെ KSB എന്നീ സ്റ്റോക്കുകളാണ്. നമുക്ക് ഈ സ്റ്റോക്കുകളുടെ ഓരോ സ്റ്റോക്കുകളുടെയും ചാർട്ടുകളൊന്ന് നോക്കുമ്പോൾ ആക്മെ സോളാറിൻ്റെ ചാർട്ടാണ് നമ്മൾ കാണുന്നത്. ഈ സ്റ്റോക്ക് ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് 246ലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫ്രൈഡേയിൽ ഒരു കറക്ഷനോട് കൂടിയാണെങ്കിലും ആക്മെ സോളാറിൻ്റെ ഈ ഒരു ബ്രേക്കൗട്ട് കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് എയ്തർ ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡിലാണ് 1155 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഇൻഡസ്ട്രിയും നമുക്ക് വാച്ച് ചെയ്യേണ്ട സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ഹഡ്സൺ ആഗ്രോ പ്രോഡക്ട്സ് എന്നുള്ള കമ്പനി. ഈ കമ്പനിയും ഒരു 956 ലെവലിലേക്ക് മൂവ് ചെയ്താണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹഡ്സൺ ആഗ്രോ നമുക്കൊരു വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ ചെന്നൈ പെട്രോളിയം വളരെ ഒരു അപ് ട്രെൻഡിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂവ് ചെയ്തിരുന്നത്. 1064ലാണ് ഫ്രൈഡേയിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെന്നൈ പെട്രോളിയം നമുക്ക് വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യേണ്ട സ്റ്റോക്കാണ്. മറ്റ് സ്റ്റോക്കാണ് KSB ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് 782ലാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. KSBയും മാർക്കറ്റിൻ്റെ റിക്കവറിയിൽ മൂവ് ചെയ്യാവുന്ന അപ്വേർഡ് മൂവ്മെൻറ്റ് നടത്താവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമുക്ക് വീണ്ടും നമുക്കൊന്നുകൂടെ നമ്മുടെ ഈ ടെക്നിക്കൽ ബ്രേക്കൗട്ടുള്ള സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ആക്മെ സോളാർ, എയ്തർ ഇൻഡസ്ട്രീസ്, ഹഡ്സൺ ആഗ്രോ, ചെന്നൈ പെട്രോ, അതുപോലെ KSB എന്നീ കമ്പനികളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.